യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 202-ാമത്തെ ഭാഗത്തേക്ക് ഇവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭക്തനായ നാബോത്തിനെ ഈസബേൽ കൊലപ്പെടുത്തി. കാരണം നാബോത്ത് എന്ന ഭക്തന് ഒരൽപ്പം മുന്തിരിത്തോട്ടം ആഹാബിന്റെ കൊട്ടാരത്തിന്റെ സമീപം ഉണ്ടായിരുന്നു. അതിന്റെ വളർച്ചയും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ഒരു ദിവസം ആഹാബെ ഈ ഭക്തനായ നാബോത്തിനെ വിളിച്ചു പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വേണം, എനിക്ക് ആവശ്യമാണ്. അദ്ദേഹം ചോദിച്ചു, എന്തിനാ യജമാനനെ? അതെ, ചീരത്തോട്ടമാക്കാൻ വേണ്ടി. മുന്തിരി എന്ന് പറയുന്നത് യഹൂദന്റെ ഒരു പ്രധാന പാനീയമാണ്. അതൊഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ചീരയൊന്നും അവർക്ക് വേണ്ട, അതിന് നിസാര വിലയുള്ളൂ. പക്ഷേ ഇവന്റെ മുന്തിരിത്തോട്ടം ഇല്ലാതാക്കുക എന്നതാണ് ആഹാബിന്റെ ലക്ഷ്യം. ദൈവസഭയെ കാണിക്കുന്ന മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന ഒരുപാട് ചെറുകുറുക്കന്മാരുടെ നാട്ടിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാനതിന് മാന്യമായ വില തരാം, അതിന് നീ ചോദിക്കുന്ന വില തരാം. അല്ല, നിനക്ക് വേറെ ഇതിലും വിശേഷമേറിയ മുന്തിരിത്തോട്ടം തരാം. എന്ത് നല്ല വാക്തത്വമാണ്! രാജാവിനോട് എത്ര പണം ചോദിച്ചെന്ന് പറഞ്ഞാലും രാജാവ് തയ്യാറാണ്, കിട്ടും. ഇനിയും വിശേഷമേറിയ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോഴത്തെ തോട്ടത്തിന്റെ ഇരട്ടി വേണമെങ്കിലും കിട്ടും. ഇന്നത്തെ ചിലരാണെങ്കിൽ പറയും ദൈവത്തിന്റെ വഴിയാണെന്ന് പറഞ്ഞേനെ, ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞേനെ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നീ ആഹാബിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ നാണയമല്ല, എന്തെങ്കിലും വാങ്ങിയാൽ അതിന്റെ ആത്മീയം തകർക്കത്തക്കവണ്ണം ഒരു അന്ധകാര ശക്തിയുടെ വ്യാപാരം ആഹാബിനുണ്ടെന്ന് ഭക്തനായ നാബോത്തിനെ തിരിച്ചറിഞ്ഞു. നാബോത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ കൊടുക്കയില്ല. എനിക്ക് തന്നിരിക്കുന്ന ഒരു വാക്തത്വമാണ്, ഒരു അനുഗ്രഹമാണ്, അത് ഞാൻ കളഞ്ഞു കുളിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ആഹാബ് നേരെ പോയി കൊട്ടാരത്തിൽ വലിയ മനപ്രയാസത്തോടെ കിടക്കുകയാണ്. തന്റെ ഭാര്യയായിരിക്കുന്ന ഈസബേൽ അവന്റെ അടുക്ക വന്നു. എന്താ ആഹാരം കഴിക്കാത്തത്? നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. സംഭവങ്ങൾ മുഴുവൻ നാബോത്തും ആഹാബ് രാജാവും തമ്മിൽ സംസാരിച്ച വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞു. അവള് പറഞ്ഞു, കാര്യമില്ല, നിസ്സാരമാണ്. ഏതൊക്കെ പറഞ്ഞു? ആഹാരം കഴിക്കാനായിട്ട് പറഞ്ഞു. ഒന്നും പേടിക്കണ്ട. ചുരുക്കം പറഞ്ഞാൽ ഈസബേൽ തന്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തു. അതിന്റെ ശിക്ഷ താനും അനുഭവിക്കത്തക്കവണ്ണം ഒരു വലിയ സംഭവം തന്നെയായി പോയി. ആഹാബ് എഴുന്നേറ്റു, ആഹാരമെല്ലാം കഴിച്ചു, താൻ ബലപ്പെട്ടു. ഇസബേലിന്റെ വാക്ക് അവന് നാശത്തിലേക്ക് വഴിതിരിച്ചു. ഒരു കാര്യം മനസ്സിലാക്കുക, ഭാര്യമാരുടെ നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിനകത്ത് ആത്മീയമായ കാര്യങ്ങള് നല്ല വശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഒരു തക്കറുണയുടെ വാക്കുകളൊക്കെ എടുക്കാം. പക്ഷേ ഒരു പാവപ്പെട്ടവനെ കൊലപ്പെടുത്തുക എന്നുള്ള ആലോചന അത് നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. ഇസബേൽ നാബോത്തിനെ പട്ടണത്തിൽ പുറത്തു കൊണ്ടുപോയി അവിടെ പട്ടാളക്കാരെ കൊണ്ട് കല്ലെറിഞ്ഞു കൊന്നു. നാബോത്തിന് രക്തം അവിടെ ചിന്നി. നാബോത്ത് പ്രമാണം തെറ്റിച്ചില്ല. അവനവിടെ കൊല്ലപ്പെട്ടു. അവനെ കൊല്ലപ്പെട്ടുകൊണ്ട് ആര് ചോദിക്കാനാ? രാജ്ഞി അല്ലെങ്കിൽ രാജാവും കൂടി ഒരുത്തനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കേസേ ഉള്ളൂ. ചോദിക്കാൻ ആരുമില്ല. പക്ഷെ ചോദിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അടക്കമായി പീഡ എത്ര ദൈവജനമാണെന്ന് അറിയാമോ ജയിലിൽ കിടക്കുന്നത്? യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചുകൊണ്ട് പോകുക, ഉപദ്രവിക്കുക, ജയിലിലിടുക. പക്ഷേ ഇതുകൊണ്ട് ക്രൈസ്തവ പ്രവർത്തനം നിക്കിയേല. ശക്തിപ്പെടും. നാം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നിൽക്കുകയില്ല എന്നും കൂടെ ഓർപ്പിച്ചു കൊള്ളുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏലിയാവിനെ ഹോ വിളിച്ചു, ഏലിയാവേ നീ എഴുന്നേൽക്ക. അഹാബ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തി നാബോത്തിനെ കൊന്നിരിക്കുന്നു. നീ അവരോട് കാര്യം പറയേണ്ടത്, നീ ഇവിടെ വെച്ച് കല്ലേറുകൊണ്ട് മരിക്കും. നീ ഇവിടെ വെച്ച് മരിക്കും. സോറി, കല്ലേറുകൊണ്ടല്ല, നിന്റെ രക്തം നായ്ക്കളുമക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ശക്തമായി പറഞ്ഞു. അതുപോലെ അഹാബ് കൊല്ലപ്പെട്ടു. അഹാബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതുപോലെ തന്നെ ആഹാബിന്റെ അന്ത്യമെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധമെല്ലാം അവസാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തനൊരു തോന്നല്, തന്റെ കയ്യിൽ ഒരു അമ്പുണ്ട്, അതൊന്ന് ഇതേക്കാവുന്ന 22:34 വാക്യം അവിടെ പറയുന്ന യാദൃച്ഛിക ഒരു വില്ല് മുളച്ചു വെറുതെ എങ്ങോട്ടെങ്കിലും പമ്മിയിരുന്ന ആഹാബിന്റെ നെഞ്ചത്ത് തറച്ചു. അവനവിടെ പെടഞ്ഞു മരിച്ചു. അവന്റെ ഡെഡ് ബോഡി ശമരിയിലെ കുളത്തിൽ കഴുകി. ഏലിയാവ് ആഹാബിനോട് ദൈവം പറഞ്ഞതുപോലെ നായ്ക്കൾ വന്ന് ആ രക്തം ഒഴുകിയതായ കുളത്തിലെ വെള്ളം കുടിച്ച് വയറ് നിറച്ചു. ആഹാബേ, നിനക്ക് ചെങ്കോലുണ്ട്, കിരീടമുണ്ട്, സിംഹാസനമുണ്ട്, എന്തും ചെയ്യാമെന്ന് വിചാരിച്ചാലും യേശുവിന്റെ പൈതലിനെ തൊട്ടാലുള്ള ന്യായവിധി അത്ര ഭയങ്കരം. നമ്മുടെ മഹാദൈവം ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷിക്കാതെ ഒരു കുറ്റവാളിയും വിടുകയില്ല എന്ന് ഓർപ്പിക്കുന്നു. തൽക്കാലം ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഒരാളായി വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.